കേരളം എന്ന സ്ഥലമില്ലെങ്കിലും മലബാർ എന്നറിയപ്പെടുന്ന നമ്മളെ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂരിന്റെ ഒരു ഭാഗം, തൃശ്ശൂരിന്റെ ഒരു ഭാഗമൊക്കെ ചേർന്ന പാലക്കാട് അടക്കമുള്ള പ്രദേശം, ആ പ്രദേശത്തേക്ക് ഈ പാർട്ടിയുടെ ഒരു ഘടകം രൂപീകരിച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച് നടത്താൻ പറ്റുമല്ലോ എന്ന് KM മൗലവിയും CD സാഹിബും ചേർന്ന് ചിന്തിക്കുകയാണ്. നേരത്തെ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു പൊതുവേദി ഉണ്ടാക്കിയാൽ നമ്മൾക്ക് എന്താവാ, ഈ സമസ്ത വന്ന് നമ്മളെ ബഹിഷ്കരിച്ച് ആൾക്കാർ നമ്മളെ തിരിഞ്ഞു നോക്കാതായതുകൊണ്ട് ജനകീയമായി നമുക്ക് പോകണമെങ്കിൽ ഒരു പൊതുവേദി വേണം. ഇപ്പൊ നല്ലൊരു ചാൻസാ നമ്മൾ മലബാർ ഘടകം രൂപീകരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ KM മൗലവി പ്രസിഡന്റായും CD വക്കീൽ ജനറൽ സെക്രട്ടറിയായും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മലബാർ ഘടകം ഇവരാദ്യം രൂപീകരിച്ചു. ഉടനെ തന്നെ മദ്രാസ് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് വന്നു. കോഴിക്കോട്ട് അവർ സ്ഥാനാർത്ഥിയെ നിർത്തി. എന്നാൽ കോൺഗ്രസ് അവർക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി. അതാരായിരുന്നു സ്ഥാനാർത്ഥി? മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവറല്ലാഹു മർഖദ, മഹാനവറുകളുടെ ബന്ധുവായ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. സ്വാഭാവികമായും തങ്ങൾ തന്റെ ബന്ധുവിനെ വിജയിപ്പിക്കാൻ സജീവമായി രംഗത്തിറങ്ങി. അത് കാരണം വഹാബികളുടെ സ്ഥാനാർത്ഥി തോറ്റ് പമ്പരം കറങ്ങുന്നത് പോലെ തോറ്റുപോയി. അങ്ങനെ വമ്പിച്ച വിജയം. ഇതിന് ശേഷം KM മൗലവി എന്ത് ചിന്തിച്ചു? നമ്മൾ വിചാരിച്ച വെളിവിടെ നടക്കാൻ പോണില്ല. അത് നടക്കണമെങ്കിൽ നമ്മളെ കണ്ട ആരും ഈ പാർട്ടിയിലേക്ക്